പിന്നെ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നത് നമ്മളൊന്നും കാര്യമായിട്ട് കയ്യിൽ നിന്നിട്ട് ചെയ്യൊന്നും വേണ്ട. നമ്മൾ കാര്യമായിട്ടൊന്നല്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഈ വാഴ 1-ലേലും വാഴ ഫസ്റ്റിലേലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സ്പേസ് കൂടുതലുള്ള സിനിമയാണിത്. അതെനിക്ക് തോന്നുന്നു ഒരു 60-65 ദിവസം കൊണ്ട് എൻ്റെ ഒരു ഇതാണ് കേട്ടോ പറഞ്ഞത്. അതിൽ കൂടുതൽ ഒരു 70 ദിവസത്തിൽ കൂടുതൽ എന്തായാലും 75 ദിവസത്തിലും കൂടുതൽ ഷൂട്ടിങ് പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊരു 120 ദിവസമൊക്കെ ഷൂട്ട് ചെയ്യണ കുറച്ചും കൂടി വൈഡായിട്ടുള്ള സിനിമയാണ് ഫസ്റ്റിലും സെക്കൻഡ്. അപ്പം ഒരുപാട് എന്താ സ്പേസ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെല്ലാം എഴുതി കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അത് മിക്കവാറും ജെൻസിക്കൊക്കെ വേണ്ടിയുള്ള എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എല്ലാ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കഥയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു സോങ് ഇറങ്ങിയില്ലേ, ആ സോങ്ങിൽ തന്നെ എന്താ പറയുക എല്ലാ പ്രായക്കാർക്കും പറ്റിയ ഒരു സിനിമയാണെന്നുള്ള ആ സോങ്. ഇപ്പം നമ്മുടെ ഏജിലുള്ള കുറച്ച് ആൾക്കാർ അച്ഛൻ്റെ മകൻ്റെയും ഒരു ബന്ധം കാണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞോട്ട് ബ്രദേഴ്സിൻ്റെ ഒരു കാണിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഇവരിലും താഴെ കുട്ടികളുടെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഏജ് ഉള്ളത്, പിന്നെ ഇവരുടെ എനിക്ക് തോന്നുന്നത് വന്നിരുന്നാൽ നമുക്ക് ഒരു കുടുംബം വന്നിരുന്നാൽ നമ്മുടെ ഫാമിലി ചിത്രം എന്ന് പറയില്ലേ, ഫാമിലി ചിത്രം എന്ന് പറയുമ്പോൾ എനിക്കൊരു ഫീൽ ഗുഡൊക്കെ അല്ലേ. പക്ഷെ ഇത് ഏത് വിധത്തിലുള്ള ആൾക്കാരും താഴെ തൊട്ടുള്ള കുട്ടികളോടെങ്കിൽ മുതിർന്ന ആൾക്കാർക്ക് വരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് തമാശ, ഒരു ഇന്റർമീനിങ് ഒന്നും ഇല്ലാതെ നല്ല തമാശയാണ് എൻ്റെ ബേസ് ശരിക്കും. ആദ്യം പിന്നെ കുറച്ചൊക്കെ ഉള്ളൂ ഇമോഷണൽ ആയിട്ടുള്ള സംഭവം. അപ്പം നന്നായിട്ട് ചിരിച്ച്, അതായത് ഇപ്പോഴത്തെ ചിരി നേരത്തെ പറഞ്ഞില്ലേ, പണ്ടത്തെ ചിരിയല്ലോ ചിരിപ്പിക്കാനുള്ള സാധ്യതകളല്ല ഇപ്പോഴത്തെ ചിരിപ്പിക്കാനുള്ള സാധ്യത. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് അവർ എഴുതിയാക്കുന്നതും സംവിധാനം ചെയ്താക്കുന്നതൊക്കെ.